ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗ്രില്ലാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് 2 നാരങ്ങ, 2 സ്പൂണ് കടുക്, ഒരു വലിയ വെളുത്തുള്ളി തൊലി പൊളിച്ചത്, 2 കഷ്ണം ഇഞ്ചി, 2 വലിയ സ്പൂണ് മുളക് പൊടി, ഒരു വലിയ സ്പൂൺ പെരിഞ്ജീരകം, പച്ച കുരുമുളക് 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, കുറച്ച് തൈര്, ഉപ്പ്, മാങ്ങ അച്ചാർ. ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളുണ്ടല്ലോ ഒരു 4 പച്ചമുളക് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളുണ്ടല്ലോ ഒരു 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മസാലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രത്തോളം ചിക്കനാണോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള മസാല അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മസാലകളെല്ലാം കൂടി നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങാ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനും ചെറിയൊരു പുളിയുടെ ഫ്ലേവറൊക്കെ കിട്ടാനും കൂടെ സഹായിക്കും കേട്ടോ. ഇത് നമ്മളുണ്ടല്ലോ ചിക്കനിൽ വരയിടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പെരട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വര ഇടുന്നത്. നിങ്ങൾ ആദ്യം തന്നെ ചിക്കൻ ക്ലീൻ ചെയ്ത ശേഷം വര ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ മസാലയൊക്കെ പിടിക്കുവേ. ഇങ്ങനെ ചെയ്താലും പിടിക്കും. നമ്മളത് മറന്നു പോയത് കൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളിലേക്ക് നല്ല രീതിയിൽ മസാല ഇറങ്ങും. അപ്പോൾ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ചിക്കൻ്റെ മസാലയൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നോക്കാം. കല്ലൊക്കെ നമ്മൾ റെഡിയാക്കി ഇനി ഇതിലേക്ക് കുറച്ച് ചിരട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാർക്കോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ചിരട്ട യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നന്നായിട്ട് തീയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ കത്തി തുടങ്ങി. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ചിരട്ടയൊക്കെ കത്തി കനലൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഗ്രില്ല് വെക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും എണ്ണ തടവി കൊടുക്കാം. എല്ലാ കമ്പിയിലും എണ്ണ നന്നായിട്ട് പിടിച്ച ശേഷം മസാല പെരട്ടി വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് പെറുക്കി ഇതിൻ്റെ പുറത്തേക്ക് വയ്ക്കാം. നല്ല ചൂടാണ് കേട്ടോ, പഴുത്ത് കിടക്കുവാണ്. കമ്പിയിലൊന്നും മുട്ടിക്കഴിഞ്ഞാൽ കൈയും കൂടെ ഫ്രൈ ആവും. ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ചിക്കൻ പീസ് എല്ലാം പെറുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രില്ല് ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. നല്ല ചൂടാണ്, ഇവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഓരോ പീസായിട്ട് ഫോർക്ക് വെച്ച് എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ലെഗ് പീസ് തന്നെ എടുത്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ പൊള്ളി സാധനം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ടാറ്റ ബൈ ബൈ, സീ യു.